ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ചെമ്മീൻ പെരട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ചെമ്മീൻ വരട്ടിയതെന്നോ ചെമ്മീൻ റോസ്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിനേക്കാൾ മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്നതിന് മുന്നാണ് 300 ഗ്രാം. ഇപ്പോൾ കപ്പ് മെഷർമെൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 1/4 കപ്പിന് കുറച്ച് കൂടുതൽ, എന്നാൽ 1 കപ്പ് ഇല്ലതാനും അത്രയും ചെമ്മീനുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ്. ചെമ്മീൻ്റെ ആ മുതുകിലുള്ള ഞരമ്പൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ ചേർക്കാം. നിങ്ങൾ നോർമൽ മുളക് പൊടിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ ഒക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. ഇത് നമുക്ക് 2 ടീസ്പൂൺ ചേർക്കാം. ഇതിന് എരിവ് കുറവാണേ. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെമ്മീനിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോൾ അത് മതിയാകും. അതല്ല, നിങ്ങൾക്ക് കുഴയ്ക്കുമ്പോൾ വെള്ളം വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെയാണ്. ചെറിയുള്ളി ഞാനിവിടെ 30 എണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയുള്ളി ചേർത്ത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതെടുക്കാനായിട്ട് മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്താൽ മതി. പക്ഷേ എഗെയിൻ ഞാൻ പറയുകയാണ്, ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവാനായിട്ട് നല്ലത്. പിന്നെ നമുക്ക് ഏകദേശം ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം, ചെറിയൊരു കഷ്ണം. പിന്നെ ഒരു 8-9 ചെറിയ അല്ലി വെളുത്തുള്ളി, വലിയ അല്ലിയല്ല, ചെറിയ അല്ലി വെളുത്തുള്ളി. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം കൂടിയിട്ടും സെപ്പറേറ്റ് ഒന്നും ചതയ്ക്കുന്നില്ല, എല്ലാം കൂടിയിട്ടും ഒന്നിച്ചിട്ടിട്ട് അങ്ങ് ചതയ്ക്കുകയാണ്. ഞാനിപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഒന്നിച്ചങ്ങ് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള കുടംപുളിയാണ്. കുടംപുളി ശരിക്കും ഇതിലേക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇത് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. കുടംപുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ഇത്രയുമുള്ള ഒരു ചെറിയൊരു കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കാം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഇത്രയും മാത്രം മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഒരു 1.5-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് കുറച്ച് നേരം, ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പെരട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1-2, ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഫ്രൈ ചെയ്യാമെന്ന് പറയുമ്പോൾ വല്ലാണ്ട് അങ്ങനെ കുറേ നേരം ഇട്ട് ഫ്രൈ ചെയ്ത് വടി പോലെ ഇങ്ങനെ ഭയങ്കര സ്റ്റിഫായിട്ടൊന്നും ആക്കരുത്. അതായത് ചെമ്മീൻ്റെ ഒരു സൈഡ് 1.5 മിനിറ്റ് നേരം ഫ്രൈ ചെയ്താൽ മതി. 1.5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ അപ്പുറത്തേക്ക് മറിച്ചിടുക. ചെമ്മീൻ പകുതി വെന്താൽ മാത്രം മതി. ഇപ്പോൾ നോക്കിയേ, ഒരു 1.5-2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഒരു സൈഡ് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വല്ലാണ്ട് മുരിയേണ്ട. അന്നേരം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ ഒരു പാകത്തുമ്പോൾ നമുക്കത് കോരി മാറ്റാം. കോരി മാറ്റിയിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെക്കുക കേട്ടോ. അതിൽ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. നമുക്കിത് അടച്ച് വെക്കാം. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഈ സെയിം പാനിൽ തന്നെ ഒരു എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തം നമ്മൾ 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണുള്ളേ. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അല്പം ഒരു പിടി ഇല്ല, കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുമ്പോൾ നല്ല നാടൻ ഒരു ഫ്ലേവറൊക്കെ കിട്ടും നമുക്ക്. കൂടെ തന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം സ്പൈസി ആയിരിക്കും കേട്ടോ. ഈ 2.5 ടീസ്പൂൺ ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ ചേർത്താൽ മതിയാവും. നമ്മൾ ചെമ്മീനിൽ ഓൾറെഡി ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എരിവ് ഉണ്ടാവില്ല. എരിവ് തരണത് ഈ ഒരു വിദ്വാനാണ്, ഈ ചതച്ച മുളകാണ്. അപ്പോൾ എരിവ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ. ഒരു 8-10 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടുള്ളത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളർ ആവണമെന്നില്ല, എന്നാൽ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. പിന്നെ ഓൾറെഡി നമ്മൾ ചെമ്മീനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളിയിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റാം.
കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നോക്കിയാൽ നന്നായിട്ട് ഉള്ളി വഴണ്ട് ഈ ഒരു കളറ് ഈ ഒരു പരുവത്തിലായിട്ട് വരും. അപ്പോൾ അന്നേരത്തേക്ക് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂടെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുടംപുളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ചെമ്മീൻ്റെയും ചെറിയുള്ളിയുടെയും കുടംപുളിയുടെയും എല്ലാം കൂടി മിക്സായിട്ടുള്ള ഒരു കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ല് വന്നു തുടങ്ങും. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പും എരിവൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. ഉപ്പ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ തേങ്ങാക്കൊത്തിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ ടച്ച് പോലെ നമുക്കിതിലേക്ക് ഒരു നുള്ള് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഒരു നുള്ള് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടും ഓരോ നുള്ളു വീതം മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ ഒരുപാടങ്ങ് മസാലയുടെ ഒരു അതിപ്രസരം ഇല്ലാതെ തന്നെ ഇത് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട്. അതിൻ്റെ ഒരു നാടൻ ടേസ്റ്റ് അന്നേരമാണ് നമുക്ക് കിട്ടുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചെമ്മീൻ പെരട്ടാണ്. നമുക്ക് ക്രിസ്മസിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. താഴെ വന്ന് കമൻറ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൊക്കെ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഒപ്പം തന്നെ ബെല്ലൈക്കണ്ണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.